നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. കൃഷിക്കൊപ്പം കളമശ്ശേരി ഫാം ടു കിച്ചൺ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി പി രാജി. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മണ്ഡലംതല ഓണക്കാല പച്ചക്കറി നടീലിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ശീതീകരിച്ച വാഹനം വഴി വീടുകളിലേക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതിയായ ഫാം ടു കിച്ചൺ ഈ മാസം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടുള്ള കാർഷികോത്സവം 3ാം എഡീഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന്റെ മുന്നൊരുക്കമായി എല്ലാ തലങ്ങളിലുമുള്ള യോഗങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ തവണ സെമിനാർ നമ്മൾ കളമശ്ശേരിയിൽ വെച്ച് നടത്തിയത്. കഴിഞ്ഞ തവണ സെമിനാറുകൾ ഓരോന്നും ഓരോ കേന്ദ്രങ്ങളിലേക്കാക്കി. നല്ല വിജയമായിരുന്നു. ഇത്തവണ സെമിനാറല്ല, അതിന്റെ ഭാഗമായിട്ട് സംഗമങ്ങൾ, ഓരോ കൂവ കൃഷി അല്ലെങ്കിൽ കൂണ് കൃഷി, പച്ചക്കറി കൃഷി, നെൽകൃഷി, ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കർഷകരെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് കലാപരിപാടികളും ഒക്കെയായി അത്തരം പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് നന്നായി അതും വിജയിപ്പിക്കാം. ഇതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ പ്രധാനപ്പെട്ടതാണ്. അതിലാണ് ഇനി നമുക്ക് കുറച്ച് മുന്നേറാനുള്ളത്. പ്ലാനിംഗ് ബോർഡിന്റെ അവരും പറയുകയുണ്ടായി, ഇതിന്റെ ആകെ സമഗ്രമായ ഒരു ഡോക്യുമെന്റേഷൻ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. എന്തായാലും കൃഷിക്കൊപ്പം കളമശ്ശേരി ഞാനത് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഇവരൊക്കെയാണ്, വിജയനും വി എം ശശിയാണ് നയിക്കുന്ന എല്ലാവരും ഉണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിച്ചു നിൽക്കുന്നു. അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താൻ പോകുന്നു. അതിന്റെ ഭാഗമായി കുന്നുകര പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു 30 ഏക്കറിൽ ഫുഡ് പ്രോസസ്സിംഗ്, കുന്നുകരും കരുമാരൂരും ചേർന്ന് ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് കിൻഫ്രയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ സർവേ സ്ഥലവും മറ്റ് നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇതുകൂടാതെ കളമശ്ശേരി മണ്ഡലത്തിൽ തന്നെയാണ് 500 കോടി മുതൽ മുടക്കിൽ ലുലു ഗ്രൂപ്പിന്റെ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പദ്ധതിയുടെ ഭാഗമായി സഹകരണ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ നിരത്തിലിറക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായി ഓരോ കേന്ദ്രങ്ങളിലായി സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തവണ സംഗമങ്ങളും കലാപരിപാടികളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ അധ്യക്ഷത വഹിച്ചു. ആലങ്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, ആലങ്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ്, കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ വിജയൻ പള്ളിയാക്കൽ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇന്ദു പി നായർ, ആലങ്കാട് കൃഷി ഓഫീസർ രേഷ്മ ഫ്രാൻസിസ്, കളമശ്ശേരി കൃഷി ഓഫീസർ അഞ്ജു മറിയം എബ്രഹാം, കുന്നുകര കൃഷി ഓഫീസർ നീരജ, നീർക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു, കരുമല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ, കെ കടങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു, കരുമാലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജഹാൻ, ഇടപ്പള്ളി വടകുംഭകം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം വി ശിവകുമാർ, വെളിയത്തുനാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എസ് ബി ജയരാജ്, കടങ്ങല്ലൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി സന്തോഷ്, വെളിയത്തുനാട് സഹകരണ ബാങ്ക് സെക്രട്ടറി പി പി ജീസൻ, ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ ടി എൻ നിഷിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കളമശ്ശേരി.